ഏറ്റവും ആദരണീയനായ തോമസ് ജോർജ് അച്ഛൻ, ഷെല്ലി കൊച്ചമ്മ, പ്രിയപ്പെട്ട ജോയൽ അച്ഛൻ, ഇന്ന് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്ന ട്വൻറ്റി മാർത്തോമ ഇടവക പാരിഷ് കൊയർ, അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബിജുശാൻ, ലിജോ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും സ്നേഹവന്ദനം. വളരെ സന്തോഷത്തിൻ്റെ ഒരു ഒത്തുചേരലാണിത്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ആരംഭിച്ചതല്ല, മറിച്ച് കഴിഞ്ഞ ദീർഘമായ ദിവസങ്ങൾ, ഏതാണ്ട് 3-4 മാസത്തെ അധ്വാനമാണ് ഈ ഒരു ദിവസമെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊയറാണ് എന്നുള്ളത് നമുക്കറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അഹമ്മദാബാദ് മാർത്തോമ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം, അന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരാശയമുണ്ടായി. കൊയറുമായിട്ട് ടൗണിൻ്റെ, സിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പോയി ഇൻസ്റ്റൻ്റായിട്ട് പാട്ട് പാടും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ക്രിസ്മസ് ഫാദറുമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തമ്പേറിൻ്റെ അടിയും ക്രിസ്മസ് ഫാദറിൻ്റെ തുള്ളും ഈ പാട്ടുമൊക്കെ കേട്ടുകൊണ്ട് കുറേ കുട്ടികളിങ്ങനെ വിവിധ ജാതി മതത്തിൽപ്പെട്ട ആളുകൾ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളുടെ അനിയത്തി ഏതാണ്ട് ഒരു 7 വയസ്സ് കാണും. അപ്പോൾ അവൾ ഈ ചേട്ടത്തി അനിയത്തിയെ പിടിച്ച് ഞങ്ങളുടെ കൂടെ ക്രിസ്മസ് ഫാദറിൻ്റെ ഒക്കെ കൂടെ വളരെ സ്പീഡെ ഓടുകയാണ്. ഓരോ ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇളയ കൊച്ച് ചോദിക്കുന്നുണ്ട് ഈ ചേട്ടത്തിയോട്, ഏ ക്യായേ? അപ്പോൾ ഈ മൂത്ത ചേട്ടത്തി പറഞ്ഞു, ആ ജിൻകാ ബർത്ത്ഡേ ചുപ്രകോ, ഇന്ന് സാന്റാക്ലോസിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നീ മിണ്ടാതിരിടി, ഇതിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയെല്ലാം കൂടെ. എന്ത് കഷ്ടമല്ലേ! ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഏതാണ്ട് ആ ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലെവിടെയാണ് ക്രിസ്തു? വളരെ ശക്തമായി നാം ചോദിക്കേണ്ടതൊരു ചോദ്യമാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മളെല്ലാവരോടും വന്നിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ടതായ ആഗ്രഹം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ ഏത് നമ്പറായിരിക്കും, ഏത് പാട്ടായിരിക്കും ഏറ്റവും ഇമ്പം, ഏറ്റവും ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നത്? യെസ്, ക്രിസ്മസ് കാരൽ സർവീസ്. അതിൻ്റെ പകിട്ടെന്ന് പറയുന്നത് ഈ കാണുന്ന അലങ്കാരങ്ങളൊന്നുമല്ല. ഞാനിവിടെ പറയുന്ന ഈ വാക്കുകൾക്കപ്പുറത്ത് വിണ്ണ് മണ്ണിനോട് സംവേദിച്ചതായ ആദ്യത്തെ ഈ ദൂത് പ്രഖ്യാപിച്ച സ്വർഗീയ ഗാനവൃന്ദം, ഹെവൻലി ക്വയർ, അതാണ്. ദൂതന്മാരുടെ ഒരു വൃന്ദം വന്നാണ്, ഒരു ഗ്രൂപ്പാണ് ആദ്യം ഇത് മനുഷ്യരോട് ഈ ജനനത്തെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ വായിക്കുന്നുണ്ട്. ആ പാട്ട് കേട്ടപ്പോൾ ഇത് കേട്ടതാരാണ്? കേട്ടവരുടെ ഉള്ളിൽ വളരെ ശക്തമായിരിക്കുന്ന ഒരു ചലനമുണ്ടാകുകയാണ്. കേട്ട ആളുകൾ അവരിങ്ങനെ വെളുംപ്രദേശത്ത് തീയൊക്കെ കാഞ്ഞ് തങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു കിടന്ന ആട്ടിടയന്മാരാണ്. ഈ ആട്ടിടയന്മാരോടാണ് ഈ പാട്ട് പാടിക്കേൾപ്പിക്കുന്നത്. അത്ര എളുപ്പത്തിൽ ടൈം ചെയ്യാൻ പറ്റുന്ന, അത്ര എളുപ്പത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ ഒക്കുന്ന ഒരു ഗ്രൂപ്പല്ലത്. പക്ഷേ അന്ന് ആ സ്വർഗീയ ഗായക സംഘം പാടിയപ്പോൾ ഈ വലിയ ജനനത്തെക്കുറിച്ചുള്ള സദ്വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ ആട്ടിടയന്മാർക്ക് ഒരു പുതിയ വർത്തമാനം അവർക്കിടയിലുണ്ടായി. എന്താണെന്നറിയാമോ? നമുക്കൊന്ന് പോയി കണ്ടാലോ, നമുക്കിതൊന്ന് പോയി നോക്കിയാലോ, നമുക്ക് ബേത്ലഹേം വരെ ഒന്ന് പോയാലോ, നമുക്ക് ഈ അത്ഭുത ശിശുവിനെ ഒന്ന് കണ്ടാലോ. അത്ര എളുപ്പത്തിലൊരു തീരുമാനം ഉണ്ടാകാൻ കഴിയുന്നതല്ല ഈ വിഷയം. കാരണം ഈ ആടുകളെ എന്ത് ചെയ്യും? പക്ഷെ ആ രാത്രിയിൽ അവർ ആ വലിയ തീരുമാനം, ഒരു ഡെയറിങ് ഡിസിഷനാണ്, അവരന്നത് എടുത്തു. അവർ രാത്രിയിൽ ബേത്ലഹേമിൽ പോയി ശിശുവിനെയും അമ്മയെയും അപ്പനെയും കണ്ട്
തങ്ങളോട് സ്വർഗം അറിയിച്ച ഈ ദൂത് അവരവരോട് പറഞ്ഞു. ഇറ്റ് വാസ് എ കൺഫർമേഷൻ ഫോർ ജോസഫ് ആൻഡ് മേരി അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്നും സഭയിൽ എല്ലാ ഇടവകളിലും ക്രിസ്മസ് കാരൽ സർവീസ് എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളോട് ദൈവം തമ്പുരാന് സംവദിക്കാനുള്ളതായ ഒരു നല്ല ഡിവൈൻ ഇൻസ്ട്രുമെൻ്റായിട്ടാണ് കൊയറിനെ ദൈവം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊയർ ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ആ കാരോൾ പെർഫോമൻസ് അല്ല, കാരോൾ സർവീസാണ്. അവരൊരു വലിയ ശുശ്രൂഷ, ഒരു കുർബാന അണയ്ക്കുന്നത് പോലെ വളരെ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, കഠിനാധ്വാനത്തോടെ, വളരെ പരിശ്രമത്തോടു കൂടി അവർ ഈ ഒരു ശുശ്രൂഷ ഇടവയ്ക്ക് വേണ്ടി ചെയ്യുക. ഇറ്റ്സ് നോട്ട് എ പെർഫോമൻസ്, ഇറ്റ്സ് എ സർവീസ്. ദൈവത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റായിട്ട്, സ്വർഗത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റായിട്ട് കുറേ നേരം അവരിലൂടെ ഈ വലിയ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തുമ്പോൾ ആട്ടിടയന്മാരുടെ മനസ്സിൽ അന്ന് ഉണ്ടായതുപോലെയുള്ളതായ ഒരു വികാര വിക്ഷോഭം, ഇനി നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ, ഇനി ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഈ പാട്ടുകൾ, ഇവർ പാടുന്നതായ പാട്ടുകളിലെ ഓരോ വാക്കുകളും വരികളും അതിൻ്റെ ഓരോ അർത്ഥവും നമ്മുടെ ഹൃദയത്തെ അതിൻ്റെ അടിത്തട്ടിൽ അഗാധതയിൽ സ്പർശിക്കുന്നതായി തീരട്ടെ. ഈ ദിവസങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വേർ ഇസ് ക്രൈസ്റ്റ്? പ്രിയപ്പെട്ട അച്ഛൻ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിച്ചു, കർത്താവ് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചു. ഇനിയും എവിടെയാ, ഏത് ഉദരത്തിലാണ് ഇനി പിറക്കാൻ പോകുന്നത്? ഇനി അവന് പിറക്കാൻ ആരുടെയും ഉദരം ആവശ്യമില്ല. ഇനി ആത്മാവാണ് ആവശ്യം. ആത്മാവിൽ അവൻ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇൻകാർണേഷൻ എന്നുള്ള വാക്ക് നമുക്കറിയാം. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ എല്ലാ സാധ്യതകളും വെടിഞ്ഞ പരിമിതികൾക്കുള്ളിലേക്ക് ഒരു മനുഷ്യനായി പിറക്കുന്ന എംപ്റ്റിയിങ്, അവനെ തന്നെ ശൂന്യവൽക്കരിച്ചൊരു മനുഷ്യനായി മാറുന്നതാണ്, മനുഷ്യഭാവവും മനുഷ്യരൂപവും എടുക്കുന്നതാണ് ഇൻകാർണേഷൻ. എങ്കിൽ ഇന്ന് 2023 ക്രിസ്മസിൽ ഒരു ഇൻകാർണേഷൻ അല്ല, ഒരു ഇൻസ്പിരിറ്റേഷനാണ്. ആ വാക്ക് നിങ്ങൾ ഓർക്കണം, ഇൻസ്പിരിറ്റേഷൻ. ഇൻസ്പിരിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ അവൻ കടന്നു വരികയാണ്. ആത്മാവിൽ ജനിക്കുക, അല്ലേ? നിക്കോദിമോസിനോട് പറഞ്ഞു, ആത്മാവിൽ നീ ജനിച്ചില്ല എങ്കിൽ നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. വീണ്ടും ജനനം, ആത്മാവിലുള്ളതായ ജനനം. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ആത്മാവിലേക്ക് ഇൻസ്പിരിറ്റേഷൻ ഈ ദിവസങ്ങളിൽ അതാണ് നാം ഉറപ്പുവരുത്തേണ്ടത്. എൻ്റെ ആത്മാവിൻ്റെ ശൂന്യതകളെ നിറയ്ക്കുന്നതായ ദൈവ സാന്നിധ്യം, ആ വലിയ സാന്നിധ്യം നാം ഫീൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആത്മാവിൻ്റെ ശൂന്യതകളിൽ ഈ ദൈവ സാന്നിധ്യം കൊണ്ട്, ക്രിസ്തു സാന്നിധ്യം കൊണ്ടാണ് അതിനെ ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ ഫില്ല് ചെയ്യുന്നവരുടെ ജീവിതമാണ് ഇന്ന് ലോകത്തിന് കാണേണ്ടത്. നമുക്കറിയാം, ഈ ലോകം വല്ലാതെ നിരാശപ്പെട്ട ലോകമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു ലോകമാണ്. എന്നാൽ ഇന്നും ലോകം ക്രിസ്തുവിൽ നിരാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ ഇന്നും പ്രതീക്ഷ വെക്കുന്നൊരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്നുള്ള നിലയിൽ നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തു അവൻ നമ്മുടെ ആത്മാവിൽ പിറക്കേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളൊക്കെ ക്രിസ്മസ് സ്റ്റാറുകളുണ്ട്. ഈ ക്രിസ്മസ് സ്റ്റാറുകളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഹീ ഈസ് ഹിയർ, ഹീ ഈസ് വിത്തിൻ മീ, ഹീ ഈസ് ഇൻ മൈ ഫാമിലി, ഹീ ഈസ് ഇൻ മൈ ഹൗസ്. അവനിവിടെയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ ഓരോ ഉയർത്തിക്കെട്ടിയ സ്റ്റാറുകളും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റാർ അതിങ്ങനെ മൂവ് ചെയ്ത് വന്ന് ആപ്പിൾ കൂടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അത് വളരെ വ്യക്തമായ ഒരു സൈൻ, വളരെ വ്യക്തമായൊരു മെസ്സേജായിരുന്നു, ഹീ ഈസ് ഹിയർ, ഇവിടെയുണ്ട് അവൻ എന്നുള്ളത്. പ്രിയമുള്ളവരെ, അവൻ ഇവിടെയുണ്ട്, അവൻ എന്നിലുണ്ട്, ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ട്, ഞങ്ങളുടെ ഇടവകയിലുണ്ട് എന്ന് ദേശത്തോട് ഉറക്കെ പ്രഖ്യാപിക്കാൻ ലഭിക്കുന്നതായ സമയമാണ് ഈ ക്രിസ്മസ്. അത്തരത്തിൽ ഏറ്റവും അനുഗ്രഹകരമായ ഒരു ക്രിസ്മസായി വർഷം തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും
പ്രത്യേകിച്ച് അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട ബീച്ചാന് ദൈവം തമ്പുരാൻ നൽകിയതായ അത്ഭുതകരമായ വിടുതലോർത്ത് ദൈവത്തിന് ആയിരം സ്തോത്രം കരയേറ്റുന്നു. ഞാൻ വന്ന സമയത്ത് ബീച്ചാന് നടക്കാൻ പോലും വയ്യാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ്. എന്നാൽ ഇന്നിവിടെ നിന്ന് ഈ പാട്ടൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഈ ദിവസങ്ങൾ പാട്ട് പഠിപ്പിക്കുമ്പോൾ ദൈവം എത്ര നല്ലവനും വിശ്വസ്തനും മതിയായവനുമാണ്. ഇത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവമായി, നമ്മുടെ ജീവിതത്തിന് നേർസാക്ഷ്യങ്ങളായി നമ്മുടെ വിശ്വാസം തീരട്ടെ. പ്രിയപ്പെട്ട കൊയറിൽ പാടുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രിയപ്പെട്ട തോമസ് ജോർജൻ വളരെ മനോഹരമായിരിക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ജീവിതമൊക്കെ ഞങ്ങൾ ദൂരെ മാറി നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ഏറെ വർഷങ്ങളായിട്ട് എനിക്ക് അച്ഛനെ അറിയാം, പക്ഷേ അച്ഛൻ എന്നെ അറിയില്ല. കാരണം ഞാൻ അങ്ങനെ പോയി വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും അച്ഛനെ വിളിക്കണം. അച്ഛനും അത്ഭുതകരമായൊരു സൗഖ്യമൊക്കെ ലഭിച്ച് ഇരിക്കുന്നൊരു സമയമാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ വചനത്തിനായിട്ടൊക്കെ നമുക്ക് കാതോർക്കാം. പ്രിയപ്പെട്ട ജോയൽ അച്ഛൻ്റെ സാന്നിധ്യം സന്തോഷം നൽകുന്നതാണ്. നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തെ വളരെയേറെ വിലമതിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.